ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് രാജസ്ഥാനിലാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഹാൾട്ട് ചെയ്ത പമ്പിൽ നിന്ന് ഏകദേശം അല്ല 80 കിലോമീറ്റർ ഓടിയിട്ട് ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം റെഡി ആക്കിയിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച് ഇന്നലെ പറഞ്ഞ നമ്മള് ജയ്പൂർ അല്ല, അജ്മീർ ഇന്നലെ പറഞ്ഞ ഭാഗം. അജ്മീറാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെയുള്ള സ്ഥലമാണല്ലോ ജയ്പൂർ. അവിടെയും കൂടി കവർ ചെയ്തിട്ട് പോകാൻ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഓടിപ്പോയിട്ട് എന്താ കാര്യം, എല്ലാ സ്ഥലവും കണ്ടിട്ട് പോരുന്നു. അപ്പൊ എന്തായാലും കാശ്മീർ നമ്മൾ തണുപ്പായതുകൊണ്ട് പറഞ്ഞു എന്ന്. പക്ഷെ ഇവിടെ നമുക്ക് പറയാൻ കാരണമില്ലാത്തതുകൊണ്ട് എന്തായാലും നമ്മൾ ജയ്പൂരും കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം നമ്മളെ ഇന്നത്തെ കാഴ്ചയിലേക്ക് പോട്ടെ എല്ലാവർക്കും. ഓക്കെ ഓക്കെ. സുഹൃത്തുക്കളെ, ഞങ്ങൾ പള്ളിയിൽ പോയി വരുന്ന വഴിക്ക് 1/2 കിലോ ചിക്കൻ വാങ്ങിട്ടോ. ചിക്കൻ വാങ്ങിയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ഓവുചാലില്ലേ, ഈ വെള്ളത്തില് മീന് അല്ലേ, ഇവിടെയുണ്ട്. ഈ അഴുക്ക് വെള്ളത്തില് മീന് പിടച്ചെടുക്കുക. അവിടെയൊക്കെ ഇത്ര നേരം എന്റെ കണ്ണു മുമ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതിന്റെ ഈ ചാലിനുള്ളിലേക്ക് പോയി. ഇതാ ഭായി, वो मच्छी दिखाई मत ओ भैया നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കാൻ സുഹൃത്തുക്കളെ. വണ്ടിക്കാര്, തോളുകാരും താറിന്റെ ടീമും ഇടഞ്ഞിരിക്കുകയാണ്. റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് താറ് ജീപ്പ് അവർ ടോൾ കൊടുക്കൂലെന്ന് നമ്മൾ മാറ്റി നമുക്ക് കയറി പോകാനും പറ്റുന്നില്ല സുഹൃത്തുക്കളെ. ഒരു കുറെ നേരമായി. ആരാന്നറിയില്ല, 2 ആൾക്കാരുണ്ട്, നമ്മളെ കയറ്റി വിടുന്നില്ല. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിലെ കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മൾ ജയ്പൂരിലുള്ള ഹവാമഹൽ കാണാനാണ് നമ്മൾ പോകുന്നത്. ഹവാമഹലിലെ കാഴ്ചകളും പോകുന്ന വഴിയിലെ കാഴ്ചകളും നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഈ പാന്തർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് വാഹനം കേട്ടോ. ബജാജിന്റെ ഡീസൽ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ആപ്പേന്റെ വാഹനങ്ങളുണ്ട്, ബജാജിന്റെ വളരെ കുറവാണ്. എന്നാൽ കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിളാണ്, പിന്നെ CNG. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ അധികം ഈ കളറിലാണ്, പിങ്ക് കളറിലുള്ള ബിൽഡിങ്ങുകളാണ് അധിക ബിൽഡിങ്ങുകൾ. നമ്മൾ കാണുന്ന പെയിന്റ് കളറ് ചെയ്തിട്ടാണ്. ഹവാമഹലിലേക്കുള്ള യാത്രകളാണ് ഇത്. വഴിയിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വാഹനങ്ങളൊക്കെ പലതും പല മോഡലാണ്. നമ്മുടെ നാട്ടിൽ കാണാതെ ഒരു വാഹനങ്ങളാണ്. ഇത്ര പഴയ വേറെ മാറ്റി സ്കൂട്ടർ നീളം കൂട്ടി 4 ടയർ എക്സ്ട്രാ വെച്ച്. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോ കാണുന്നത് ഹവാമഹലിലേക്ക് പോകുന്ന ഒരു കവാടാണ് കേട്ടോ. ഹവാമഹലിലേക്ക് പോകുന്ന ഒരു കവാടത്തിന്റെ കാഴ്ചകൾ കാണുന്നത്. നിറയെ പ്രാവുകളൊക്കെ നല്ല ഹൈറ്റില് എന്റെ വാതിലൊക്കെ ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ കളറ് എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ കളറാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളായിട്ട് കാണുന്നത്. നിറച്ചേ തിരക്കാണ്. ഫോണൊന്നും ശരിക്കും പുറത്തേക്ക് കിട്ടാൻ പറ്റുന്നില്ല.
മാർക്കറ്റാണ്, നല്ല തിരക്കാട്ടാ. കുറേ നേരം ഞങ്ങൾ ബ്ലോക്കിൽ കുടിക്കാൻ നോക്കുന്നു. ബ്ലോക്കോട് ബ്ലോക്ക്, നല്ല തിരക്കാണ്. വലിയ ലൈറ്റുകളൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്യുന്നു. പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഹവാമഹലിന്റെ മുമ്പിലാട്ടോ. ഹവാമഹലിന്റെ മുൻവശത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിന് ഒരുപാട് ജനലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് 953 ജനലുകളുണ്ട് ഈ ഹവാമഹലിന്. അതുകൊണ്ടാണ് ഇതിന് ഹവാമഹൽ എന്ന് പേര് വരാൻ കാരണം. എന്താണ് അത്ര ജനൽ നിർമ്മിച്ചതെന്ന് കാരണം ചരിത്രം പരിശോധിച്ച് മനസ്സിലായത്, കൊട്ടാരത്തിലെ സ്ത്രീകളെ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനലുകൾ ഈ കൊട്ടാരത്തിന് നൽകിയിട്ടിരിക്കുന്നത്. അവർക്ക് കൊട്ടാരത്തിലെ ബാക്കിയുള്ള എല്ലാവരെയും കാണാം. പ്രതാപ് സിംഗ് എന്ന ഒരു രാജാവാണ് ഇത് പണി കഴിപ്പിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റും ഇതേപോലെ തന്നെ ഒരു കൊട്ടാരമുണ്ട്. അത്ര വലുപ്പമല്ല. ആ കൊട്ടാരത്തിന്റെ കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നു. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെ കടകളൊക്കെ ഈ കൊട്ടാരത്തിന്റെ അടിഭാഗത്ത് തന്നെ കേട്ടോ. ഭയങ്കര തിരക്കാണ്ട്. എൻ്റെ ഒപ്പം വന്ന ആൾക്കാർക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ജസ്റ്റ് ഇറങ്ങിയിട്ട് വീഡിയോ ഒന്ന് എടുത്തിട്ട് പോകാന്ന് പറഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ. ഈ കൊട്ടാരത്തിന്റെ അടിഭാഗത്തുള്ള റൂമുകളെല്ലാം കച്ചവട സ്ഥാപനങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണുന്നത്. ഹവാമഹൽ നല്ല തിരക്കാത്ത. ഇവിടെ പരിസരങ്ങളൊന്നും ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് പോലും ഇല്ല. പിന്നെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോലും ആരുമില്ല. കാരണം അവർ രണ്ടാളും വണ്ടീൻ്റെ അപ്പുറം അങ്ങോട്ടേക്ക് പോയി വണ്ടി ഒതുക്കി വെക്കാൻ. എന്നോട് വിളിച്ചു പറഞ്ഞത് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല, ഈ വീഡിയോ എടുത്തിട്ട് പോവാം, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാന്ന് അതാണ് പറഞ്ഞു. വണ്ടീന്റെ പുറത്ത് പോലീസുകാരെ അടിക്കുന്ന വെച്ചേട്ടാ കേട്ടത്, വണ്ടി മാറ്റാൻ വേണ്ടി. ഇതൊക്കെയാണ് കച്ചവട സ്ഥാപനങ്ങൾ കേട്ടോ. ഇഷ്ടംപോലെ തുണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഹിന്ദി നന്നായി സംസാരിക്കാനെങ്കിൽ മാത്രമേ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ചോദിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മളെന്തായാലും വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചകളാട്ടോ അതൊക്കെ. ടിക്കറ്റ് എടുത്താലേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. രാജസ്ഥാന തലസ്ഥാനമായ ജയ്പൂരിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഹവാമഹൽ കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ അവിടെ പോയി ഭയങ്കര തിരക്കാണ്. പുറത്തുനിന്നുള്ള കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ജയ്പൂരിലെ ജൽമഹലിലാണ് കേട്ടോ. നമ്മളെ വണ്ടി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് റഷീദ് പൊതിഞ്ഞു വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടുകാരായ മലപ്പുറത്തുള്ള രണ്ടാൾക്കാരെ ഞങ്ങളോട് കണ്ടിട്ടുണ്ട്. നമുക്ക് അവരോട് സംസാരിച്ചു കേട്ടോ. മലപ്പുറം സ്വദേശികളായ സാബിൽ എന്ന് പറഞ്ഞ ഒരാളും ഉപ്പറുള്ള ബാസ്റ്റൻ. അപ്പൊ അവർ രണ്ടാളുണ്ട്. നമ്മൾ അവരുടെ വിശേഷം എന്ന് പറയാം. നാട്ടിലെവിടെയെന്ന് പറഞ്ഞാൽ നാട്ടിൽ മലപ്പുറത്ത് മഞ്ചേരിയാണ്. മലപ്പുറത്ത് ഇവിടെ എന്തായി? ഇവിടെ ഞങ്ങള് രാജസ്ഥാൻ ഫലോദി പറഞ്ഞിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്തോണ്ട് ടീച്ചറായിട്ട്. ഇവിടെ കാണുന്നത് കുറെ നേരമായോ? ആണല്ലേ. ഞങ്ങളിപ്പോ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഹവാമഹല്, അതേപോലെ തന്നെ നമ്മുടെ സിറ്റി പാലസ്, നമ്മളൊപ്പം ഉള്ളതാണ്. നമ്മളെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ സിറ്റി പാലസ് ഇപ്പൊ ജൽമഹൽ കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഓട്ടോറിക്ഷ ഉണ്ടപ്പോ കേരളത്തിൽ ഇപ്പൊ നമ്മള് കേരളത്തിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിന്റെ ഒരു എന്തെങ്കിലും ലോകം മലയാളം മേടിച്ചാണ്ട് നമുക്കൊരു കൗതുകം ഉണ്ടാവില്ല. അത് കണ്ടിട്ട് പിന്നെ നമ്മൾ ഓട്ടോ നോക്കിയതും വന്നതൊക്കെയാണ്. നല്ല യൂട്യൂബിലൊക്കെ നമ്മള് ഫോളോ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓട്ടോറിക്ഷ കണ്ടപ്പോ ഈ ഒരു ഓട്ടോറിക്ഷ ഞങ്ങള് രാജസ്ഥാൻ കയറിയ ശേഷം മലയാളികളെ കണ്ടില്ല. എന്തെങ്കിലും കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷമായി. അതെ അതെ. അപ്പൊ റഷീദിനൊക്കെ പല ആൾക്കാരും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാ ശരി. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. നമ്മളെ ജയ്പൂരിലെ കാഴ്ചകൾ ഏകദേശം ഒരു 3 മണിക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്.
ഭയങ്കര തിരക്കാണ് റോഡിൽ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത തിരക്കുകൾ. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ അജ്മീറിലേക്ക് പോകാൻ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ജയ്പൂരിലെ ടൗണിലെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചത്. ഇപ്പം മേൽപ്പാലങ്ങൾ കളിയാട്ടോ അവിടെ. എല്ലാ പില്ലറുകളൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ റോഡാണ് കാണുന്നത്. റഷീദും യൂസുഫിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. ജയ്പൂർ ഒന്ന് കാണിച്ചു തരാം. അത് മേൽപ്പാലത്ത് കയറിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നതിനെ കൊണ്ട് എനിക്ക് വണ്ടി ഫോണൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ്. ജയ്പൂരിൽ നിന്ന് യാത്രകളൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചത്. ആ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ. എല്ലാവർക്കും ബൈ ബൈ.